ഹായ് ഫ്രണ്ട്സ്, യെസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാൻ കേട്ടോ. നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ചെയ്യാനായിട്ട് ഞാനിവിടെ ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ആന്റിക്കിന്റെ തന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, നോർമൽ ഗോൾഡൻ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന്റെ സെയിം കളർ നോർമൽ സ്വീം ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുമ്പോൾ യാമി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഈ വർക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിലിംഗ് ഇതിൽ തന്നെ പറഞ്ഞു തരാം. ഞാൻ നെക്ക് കറക്റ്റ് പാറ്റേൺ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ നെക്കിന് തൊട്ട് താഴത്തായിട്ട് ഒരു ലൈനിലായിട്ട് കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബീഡ് സെന്ററിൽ വെക്കുന്നുണ്ട്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലൈനായിട്ട് വീണ്ടും നമ്മൾ ഒരു ലൈനിലായിട്ട് കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഫെയറിൽ ചെയ്തതുപോലെ ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയെ താഴത്തായിട്ട് 2 ഷുഗർ ബീഡ് വെച്ച് പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ ഫുള്ളും ഇതുപോലെ 3 ഷുഗർ ബീഡ് വീതം ഇതുപോലെ സ്പ്രെഡിങ് പോലെയും ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്കിന്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ലൈനിൽ കട്ട് ബീഡ് വെക്കണമെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സെന്ററിൽ ഒരു ഗോൾഡൻ ബീഡും അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡും വെച്ച് എടുക്കാനായിട്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ലൈനിലായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ റൗണ്ട് വരച്ചു അതിന്റെ താഴത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 ഷുഗർ ബീഡൂടെ ഇതുപോലെ ചെയ്ത് പോരുന്നുണ്ട്. കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ, മനസ്സിലാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് നമ്മൾ ചെയ്ത ഫ്ലവർ തന്നെയാണ് കേട്ടോ തൊട്ട് താഴത്ത് നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ താഴത്തും ചെയ്ത് പോരാവേ. ഒരു ഗോൾഡൻ ബീഡും 10 ഷുഗർ ബീഡും ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് ലൈൻ കട്ട് ബീഡ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും കട്ട് ബീഡ്, പിന്നെ ഇതുപോലെ ഫ്ലവറും താഴത്ത് 2 ഷുഗർ ബീഡും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളും ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് 3 ഷുഗർ ബീഡ് വീതം ചെയ്ത് പോരുവാണ് വേണ്ടത്. അപ്പം 14 ഇഞ്ചാണ് യോക്ക് എടുക്കുന്നതെങ്കിൽ 14 ഇഞ്ചും ഫുള്ളും ഇതുപോലെ തന്നെ സ്പ്രെഡിങ് കൊടുക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാവേ.
ഓക്കെ കണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ നമുക്ക് സ്പ്രെഡിങ് കൊടുത്ത് പോരാനായിട്ട്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. നല്ലൊരു ടീൽ ബ്ലൂ കളറാണ്. നമുക്ക് വീഡിയോയിൽ ഒരു കളർ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല ടീൽ ബ്ലൂ ആണ് കേട്ടോ കളർ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നൂടെ നോക്കാവേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ്. നെക്കിൽ 2 റൗണ്ട് ആയിട്ടാണ് കേട്ടോ നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡും ഗോൾഡൻ ബീഡും നമ്മൾ ഷുഗർ ബീഡും മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ സ്ലീവിൽ നമ്മൾ നെക്കിൽ കൊടുത്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ. സ്ലീവിൻ്റെ 2 സൈഡും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ സ്ലീവിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.